എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും. കൺഗ്രാജുലേഷൻസ്. എടുക്കാത്തതാണ് അതിന്റെ പ്രശ്നം. അപ്പം അതിനോട് എനിക്ക് വിയോജിപ്പാണ്. എനിക്കത്ര സുഖകരമായ ഡേ അല്ല. കാരണം ഈ എന്റെ കഥാപാത്രത്തിന് അത്ര ഇഷ്ടമല്ല ആ വാലന്റൈൻസ് ഡേ. എനിക്കത് കൗണ്ട് ഡേ ആയിട്ട് ആഘോഷിക്കാനാണ് ഇഷ്ടം. ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ പാർസൽ കുടിക്കുന്ന പോലെ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും. ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും. പിന്നെ ശരൺ ഗംഭീര ഡയറക്ടറാണ്. അദ്ദേഹം പഠിച്ച് അത് എന്താ പറയുക, ജിയോ ബേബിയാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറയുന്നത്, ഇങ്ങനെ നല്ലൊരു കഥയുണ്ട് എന്നോടൊന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പുലിമല എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് ശരൺ വന്ന് സംസാരിക്കുകയും കേട്ട സമയത്ത് തന്നെ ധാരണയുണ്ട്, ഒരു ഡയറക്ടറുടെ ധാരണ. അത് വളരെ കൃത്യതയുള്ള ആളാണ് ശരൺ. അതുപോലെ തന്നെ ഞാൻ സിനിമയുടെ ഫസ്റ്റ് കട്ട് കണ്ടതുമാണ്. അപ്പം നല്ല നല്ല രസമായിട്ടുള്ള സിനിമയാണ്. ഏറ്റവും പ്രധാനം അത് നമുക്ക് മനസ്സിലാവും സിനിമ നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണല്ലോ എന്നുള്ളത്. അലഞ്ചേട്ടൻ്റെ ആയാലും സുരാജിൻ്റെ ആയാലും ഈ ബഷീറിൻ്റെയും തോമസും ഗാർഗിയും എല്ലാം. ഇപ്പം ഞങ്ങൾ പോയി കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽരാജ് അവിടെ നിന്ന് പറഞ്ഞിരുന്നത് മുഴുവൻ ഇതേ കാര്യങ്ങളാണ്, ഓരോ സീനെ കുറിച്ചിട്ടൊക്കെ. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. ആ കഥ കേട്ടപ്പോൾ എന്തായിരുന്നോ തോന്നിയത്, അപ്പം അതുപോലെ അതിൽ ഭംഗിയായിട്ട് ചെയ്യാൻ ശരണിന് പറ്റി. വെറുതെ പറയുന്നല്ല, ഞാൻ നല്ല നല്ല സിനിമ കലക്കമ്പറ. കൺഗ്രാജുലേഷൻസ് ശരൺ. അപ്പോൾ നോർമലി തിയേറ്ററിൽ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓവർ മാസ് പടങ്ങൾ അല്ലെങ്കിൽ കോമഡി പടങ്ങൾ, ത്രില്ലർ ജോണേഴ്സ് ഒക്കെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും ഡ്രാമ സീരീസിലുള്ള പടങ്ങൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാരായണയുടെ മുമ്പ് അതിന് മാറ്റമാകും. ഇതൊരു ഡ്രാമയല്ല, ഇതൊരു റിയലിസ്റ്റിക് മൂവിയാണ്. എൻ്റെ ചുറ്റും എൻ്റെ ബന്ധുക്കളും എൻ്റെ അയൽക്കാരുമാണ് എൻ്റെ ശത്രുക്കളെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ശത്രു, ഏറ്റവും വലിയ ശത്രു ഞാനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ സിനിമ നിങ്ങളങ്ങനെ ബോധ്യപ്പെടുത്തും. ഈ സിനിമയിലെ ശത്രുക്കൾ എല്ലാവരും അവരോട് തന്നെയാണ്. ശരിക്കും ലൈഫിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാം. ഉറപ്പായിട്ടും. അതുകൊണ്ടാണല്ലോ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത്. അത് ഡയറക്ടർക്ക് മനസ്സിലായതുകൊണ്ടാണല്ലോ എന്നെ കാസ്റ്റ് ചെയ്തത്. എന്നോട് വന്ന് വീട്ടിൽ വന്ന് കഥ പറയുമ്പോൾ കുറച്ച് ബീഹാറുകാരാണ് ആദ്യം ഇതിൻ്റെ പ്രൊഡ്യൂസർ ഭാഗമായിട്ട് വന്നിരുന്നത്. ആസാംകാർ. അപ്പോൾ കഥ കേട്ടു, എനിക്കിഷ്ടമായി. കാരണം ഞാൻ അവിടെ ഒരു വലിയ മതിൽ കെട്ടിയിട്ടുണ്ട്. ആ മതിലിൻ്റെ അകത്ത് എൻ്റെ ബന്ധുക്കളെ ആൾക്കാരും ഞാൻ കയറ്റാറില്ല. കാരണം അവരെന്നെ ശത്രുക്കളായി കാണുന്നു. ഞാനൊന്ന് വളർന്നു പോയി എന്നെ അസൂയ കൊണ്ട്. അപ്പോൾ ഞാനൊരു വലിയ മതിൽ കെട്ടാൻ തീരുമാനിച്ചു, ഒരു ജയിൽ കെട്ടാൻ തീരുമാനിച്ചു. ആ ജയിലിൻ്റെ കഥയാണ് എന്നോട് വന്ന് ഈ നമ്മുടെ സുഹൃത്ത് പറഞ്ഞത്. ഞാൻ അപ്പം തന്നെ സമ്മതിച്ചു. ഈ ജോബി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ പിന്നെയാണ് വരുന്നത്. ഈ ജോബി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ബൈബിളിൽ സൺ ഓഫ് ജോബ് എന്ന് പറയും. അർത്ഥം എന്താണെന്നറിയോ? സ്നേഹിതൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഈ സിനിമ അങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ സിനിമയിൽ നിന്നാണ് സീരിയലിലോട്ട് വന്നത്. സീരിയലാണ്, പക്ഷേ കൂടുതലും ഹൈപ്പ് കിട്ടിയത് ഏഷ്യനെറ്റിലെ കുങ്കുമപ്പൂവാണ് റിലീസ് ചെയ്തത്. സിനിമയായാലും സീരിയലായാലും ഞാൻ കുറച്ച് വർക്കേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ചെയ്ത വർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്ന വർക്ക്സ് ആയിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തോ ഞാൻ കുറെ ഉണ്ട് പറയാൻ. 8 വർഷത്തെ കഥയുണ്ട്. അപ്പോൾ ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞ് കുറെ സ്റ്റക്കായി പോയി. കാരണം
അങ്ങനെ പെട്ടെന്ന് ഒരു വരിക പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഉള്ള പോലെ കുറെ സ്ട്രഗിൾ. അപ്പം നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ളതിന്റെ ഓട്ടം. അപ്പം ഇന്നിവിടെ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ വലിയ സന്തോഷം. അപ്പം നാരായണന്റെ 3 അമ്മക്കള് എല്ലാവരും ഫെബ്രുവരി 7 കാണണം. എനിക്കത്ര സുഖകരമായ ഡേ അല്ല, കാരണം ഈ എൻ്റെ കഥാപാത്രത്തിന് അത്ര ഇഷ്ടമല്ല ആ വാലന്റൈൻസ് ഡേ. എനിക്കത് കൗണ്ട് ഡേ ആയിട്ട് ആഘോഷിക്കാനാണ് ഇഷ്ടം. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ജീവിതത്തില് വാലന്റൈൻസ് ഡേ ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഇപ്പോഴും ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ കഥാപാത്രത്തിന് ഇഷ്ടമില്ലെന്നേ ഉള്ളൂ. അത് എന്തിന്റെ ബേസിലായിരുന്നു ആ ചോദ്യം? ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആഘോഷമാണ് അലക്ഷ്യങ്ങൾ ചോദിച്ചത്. ചെറുപ്പക്കാരനായതുകൊണ്ട് അതിരിക്കുകയാണ് ചെയ്യണം. ഉടനെ പ്രതീക്ഷിക്കാല്ലേ? എന്നെ നായകനായിട്ടാണ് വിളിക്കാറ്. പ്രതീക്ഷിക്കാം. അൽജോറിന് ഇഷ്ടപ്പെട്ട പടം കണ്ടോ? പടം ഇനി ചെയ്യാൻ പോകുന്നതും ആക്ഷൻ മൂവി തന്നെ ആയിരിക്കും. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെ അല്ല, കൂടുതൽ ആക്ഷനോടാണ് താല്പര്യം. കാറ്റഗറി ഒന്നുമില്ല. മണി 2 ആയിരിക്കും. മണി 2 ആയിരിക്കും. വേറെ കണ്ടന്റുകൾ ഇറങ്ങുന്നില്ലല്ലോ, അതല്ലേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വേറെ കണ്ടന്റുകൾ. അവര് ഇഷ്ടംപോലെ ആളുകൾ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറെ ലവ് സ്റ്റോറി കാണണം, ഫീൽ ഗുഡ് സിനിമ കാണണം, തമാശ പടങ്ങൾ വരണം. അങ്ങനെ മാറി വരുമായിരിക്കും ഇനി. അങ്ങനെ ആ ജോണറുകളൊക്കെ മാറി വരുമായിരിക്കും. നല്ല ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണുന്നത് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ കാര്യത്തിൽ നമുക്ക് ഇതൊരു ഇതിൽ നിന്നെല്ലാം വിട്ടു നിന്നിട്ടുള്ള ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. നല്ല ഹെവി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പാർസൽ കുടിക്കുന്ന പോലെ. ഞങ്ങളൊരു 100 പേർക്ക് ഓടി വെക്കും. അവിടെ ജയിക്കുന്ന ആളാണ് അന്നത്തെ ഹീറോ. ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും, ഞാന് സുരാജായാലും ചേട്ടനായാലും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, എണ്ണം പറഞ്ഞ് നടന്നായിരുന്നു. അപ്പൊ ഭയങ്കര രസമായിരുന്നു ആ ഷൂട്ട്. അതിലുപരി ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഒരു ഡയറക്ടർ. 28 ദിവസമല്ലേ, 29 ദിവസം കൊണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. വെൽ ഡിസൈൻഡ് ആയിട്ടാണ് അത് ചെയ്തത്. അങ്ങനെ അത്ര കൃത്യതയോട് കൂടിയിട്ടൊക്കെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ നല്ല നല്ല അറിവുണ്ടാവണം. അത്രയും അറിവുള്ള ഒരാൾ തന്നെയാണ് ചേട്ടൻ്റെ. ഇനിയുള്ള സിനിമകളും നന്നാവും. ഇപ്പം നിങ്ങൾ നാളെ സിനിമ കഴിയുമ്പോൾ റിവ്യൂ ചെയ്യുമ്പോഴും ഇതൊക്കെ കാക്കാൻ പോണ ഒരു കാര്യം തന്നെയാണ്, ഒരു ഡൗട്ടില്ല അതിൽ. ഞങ്ങള് നല്ല അഭിനയിച്ച് നല്ല എന്താ പറയുക, എനിക്ക് ഭയങ്കര സങ്കടകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ആർക്കും പകരക്കാരനല്ല. എനിക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ ഈ ഇരിക്കുന്ന കസേര മാത്രമാണ്. തിലകസാറിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള യോഗ്യത ഒന്നുമില്ല. ഒരാളെ നിങ്ങൾ താരതമ്യം ചെയ്തത്. നിങ്ങൾ നേരത്തെ ജോജുവിനോട് ചോദിച്ചു ഞങ്ങൾ മത്സരോട്ടം നടത്തിയത്. ഞങ്ങൾ ഒളിമ്പിക്സ് ഓട്ടത്തിൽ പോയതല്ല. കല എന്ന് പറയുന്നത് കായിക മത്സരം പോലുള്ളൊരു പരിപാടിയല്ല. അതൊരു കൊടുക്കൽ വാങ്ങലാണ് കലയിൽ. ഇദ്ദേഹം തരുന്ന ഒരു ആക്ഷന് ഞാൻ റിയാക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആക്ഷൻ ശൂന്യമായി പോകും. അതാണ്, അത് പരസ്പര സ്നേഹമാണ്. ഞങ്ങൾ ശത്രുക്കളായിട്ട് അഭിനയിക്കുമ്പോൾ പോലും പാരസ്പര്യമുള്ള സ്നേഹത്തോടു കൂടിയാണ് അത് പങ്കുവയ്ക്കുന്നത്. അവിടെയാണ് നിങ്ങൾ അത് ആസ്വദിക്കുന്നതും ഞങ്ങളുടെ ശത്രുത നിങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഞങ്ങളുടെ അഭിനയമാണ്. അല്ലാതെ കായിക ഓട്ടത്തിൽ നേരത്തെ ജോജു പറഞ്ഞതുപോലെ ഓടി തോൽപ്പിക്കാനും ആരെയും തോൽപ്പിക്കാനും ഞങ്ങൾ ആരും മത്സരിക്കാറില്ല. അങ്ങനെ ഒരു മത്സരം ഞങ്ങളുടെ ഈ സിനിമയിലോ എൻ്റെ ജീവിതത്തിലോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സിനിമ ചെയ്യുമ്പം നല്ല സിനിമ ചെയ്താൽ മാത്രം പോലും അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഗുഡ്വില്ല് പോലുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് അവരുടെ ഒരു എന്താ പറയുക, അവരാണ് അത് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത്. അപ്പം അതിന് ഭയങ്കര ലക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഗുഡ്വില്ല് പോലെ ഇപ്പം അവർ ഇഷ്കിന്ത അറിയണം, അല്ലെങ്കിൽ അതിന് മുമ്പ് കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം രോമാഞ്ചായാലും കൃഷ്ണനായാലും ഒക്കെ വളരെ കമേഴ്ഷ്യലിയും ആൾക്കാരുടെ അടുത്ത് എത്തിയ സിനിമകളാണ് ഇതെല്ലാം. അപ്പം അങ്ങനെ ജോബിച്ചേട്ടൻ്റെ കൂടെയും ഗുഡ്വില്ലിൻ്റെ കൂടെയും എത്തിയത്, അവരുടെ അടുത്ത് എത്തിയതൊരു വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ഈ ജോബി ചേട്ടൻ പടം ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. അതായത് പ്രോപ്പർ അദ്ദേഹത്തിന് പറ്റില്ല എന്ന് ഉറപ്പുള്ള സിനിമകളിലോട്ടാണ് ഇത്രയും ധാരണയോടുകൂടി ബിസിനസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ പടങ്ങളെല്ലാം അങ്ങനെയാണ്.
അപ്പോൾ യോബിച്ചേട്ടൻ ഈ ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് അത് ഞാൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതിൽ വളരെ എന്താ പറയുക, എനിക്കത് പേഴ്സണലി വളരെ സന്തോഷം തോന്നി. കാരണം കിഷ്കിന്ദാന്തം എന്നുള്ള സിനിമ അറിയുമ്പോൾ ഞാൻ യോബിച്ചേട്ടനോട് ചോദിച്ചു, സിനിമ ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കുറേ പേർക്ക് എന്താ പറയുക പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കുറേ പടങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായ നല്ലതാണ്. അല്ലെങ്കിൽ ഒരു കാറ്റഗറി മാത്രം നടക്കും. യോബിച്ചേട്ടൻ ഈ ട്രാക്ക് മാറ്റം ഭയങ്കര അടിപൊളിയാണ്. അദ്ദേഹം ഈ പടം എടുത്തുകൊണ്ട് തന്നെ ഈ നിങ്ങൾക്ക് 100% വിശ്വസിക്കാൻ ആ സിനിമയിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവുന്നുള്ളത്. നമ്മൾ നല്ല പടമാണെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം എടുത്തു എന്നുള്ളത് പറയുമ്പോൾ തന്നെ അതിലൊരു പ്ലാനുണ്ട്.